ജമ്മുകശ്മീർ അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജിൽ NIA പരിശോധന. ഡൽഹി ചെങ്കോട്ട ചാവേർ സ്ഫോടനത്തിന്റെ അന്വേഷണ തുടർച്ചയായാണ് പരിശോധന. വൈറ്റ് കോളർ ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട പ്രധാന ഇടമാണ് അനന്ത്നാഗ് മെഡിക്കൽ കോളേജ്. എസ് നന്ദഗോപൻ വീണ്ടും ചേരുന്നു. നന്ദഗോപൻ, NIA പരിശോധനയിൽ സുപ്രധാനമായ വിവരങ്ങൾ വല്ലതും ലഭിച്ചോ? രേഖകൾ വല്ലതും കണ്ടെത്തിയോ? എന്താണ് വിശദാംശങ്ങൾ? അൽനമ്പ്യാർ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസി ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കെത്തിയത്. ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്കിടെ ചിലരെ ചോദ്യം ചെയ്തു, ചില രേഖകൾ പരിശോധിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ ഡൽഹി ചെങ്കോട്ട ഭീകരവാദ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു NIA സംഘം ഈ അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജിൽ എത്തിയത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. നേരത്തെ അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ നിന്നും AK-47 തോക്കടക്കമുള്ളവ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അന്വേഷണം പിന്നീട് എത്തിയത് ഈ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിലായിരുന്നു. ഈ അൽഫലാഖ് സർവകലാശാലയിലെ ചില ഡോക്ടർമാരുമായി ഈ അനന്ത്നാഗ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ബന്ധമുണ്ട് എന്നുള്ളതും കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് അന്വേഷണം ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജിലേക്ക്, ഈ സർവകലാശാലയിലേക്ക് എത്തപ്പെട്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചില നടപടികളുടെ ഭാഗമായിട്ടാണ് NIA ഉദ്യോഗസ്ഥർ ഇന്നിപ്പോൾ അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെത്തിയതും ചിലരെ ചോദ്യം ചെയ്ത് ചില രേഖകൾ പരിശോധിച്ചതും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നമ്പ്യാർ. ജമ്മു കശ്മീർ അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജിൽ NIA പരിശോധന. ഡൽഹി ചെങ്കോട്ട ചാവേർ സ്ഫോടനത്തിന്റെ അന്വേഷണ തുടർച്ചയായാണ് പരിശോധന. വൈറ്റ് കോളർ ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട പ്രധാന ഇടമാണ് അനന്ത്നാഗ് മെഡിക്കൽ കോളേജ്. നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.